ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. കുടുംബത്തിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികത ആയിട്ട് കണക്കൂട്ടിക്കോളി, ഒരു പ്രശ്നമില്ല. അതുപോലെ ആദ്യത്തെ 2 ദിവസം തെരച്ചിലുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം കൂടെ പറയുന്നുണ്ട്. അത് ഈ പുഴയിൽ ഇറങ്ങി തരുന്നതിന് പകരം കരയിലാണ് തരുന്നുണ്ടിരുന്നത്. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പം എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. മറ്റൊന്ന് പറയുന്നത് അമ്മയുമായിട്ടൊരു വൈകാരിക ബന്ധം ഉണ്ടാക്കി അതിനെ ചൂഷണം ചെയ്യുന്നത്. അമ്മ എൻ്റെ അമ്മയാണ്. അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല. എനിക്ക് ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. എനിക്ക് അമ്മയുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുക്കാതെ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും ആ ലൈവ് യൂട്യൂബിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലൈവ്? അമ്മയുമായിട്ട് അതിൽ അഭിമുഖം ചെയ്യുവാനും ചെയ്തിരുന്നു. ഞാനോ? ഇല്ല. യൂട്യൂബ് ചാനലിൽ? എൻ്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറിയുടെ അമ്മ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൽ കയറി നോക്കിക്കോളൂ. ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഏത് സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അതിപ്പോ ഈ ഒരു 10-20 ദിവസം മുമ്പേ ഇഷ്യൂ ഉണ്ടായ ശേഷം. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്ത് വലിയ തെറ്റാണോ? അത് എൻ്റെ ഇഷ്ടമല്ലേ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അതെന്ത് ചെയ്യും? ഞാൻ എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ബൈക്കല്ലേ കാണിച്ചു കൊടുത്ത്, വല്ല ഷെഡിയൊന്നല്ലല്ലോ കാണിച്ചു കൊടുത്ത്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഒരു ബൈക്ക് കാണിച്ചു കൊടുത്തിന് എന്താ തല കീഴാവോ? പിന്നെ ഈ സംഭവത്തിൽ മനാഫ് നിങ്ങൾ മുമ്പ് അവിടെ വല്ല തർക്കം ഉണ്ടായിരുന്നു കുടുംബമായിട്ട്? അങ്ങനെ കാര്യമായ ഒരു തർക്കങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഞാനായിട്ട് എവിടെയും എന്താ പറയുക ഒരു ഫേമസ് ആയിട്ടില്ല. ഞാനിപ്പോഴും ഫേമസ് ആയെന്ന് തോന്നുന്നില്ല. ഇത് ആരൊക്കെ കുറച്ച് എന്താ പറയുക, ഇത് 4 ദിവസത്തെ ഒരു ഫേമസ്, അത് മനസ്സിലാക്കിയാൽ പോരെ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ നിൽക്കുമോ?